ഞങ്ങളിങ്ങനെ വയൽ കൊയ്തത് കണ്ടപ്പോൾ പറന്നു പോകുന്നതിനിടയിൽ ഇറങ്ങി വന്നതാ. ഇങ്ങനെയുള്ള വയലുകൾ കാണാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലങ്ങളും വയലുകളും നികത്തി ഞങ്ങൾക്ക് ഭക്ഷണമായിരുന്ന മത്സ്യങ്ങളും ചെറു പ്രാണികളുമൊന്നും ഇല്ലാത്ത സ്ഥിതിയിലാണ്. ഞങ്ങൾ അന്യദേശങ്ങൾ താണ്ടി ആകാശത്തകലെ പറന്നിങ്ങനെ പോകുമ്പോൾ നോക്കും, എവിടെയെങ്കിലും കുറച്ച് വയലുകളുണ്ടോ, അവിടെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് അന്നത്തിനുള്ള വകയുണ്ടോ, മനുഷ്യർ അന്നത്തിന് വല്ലതും കൃഷി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി തെക്കോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ അയ്യായപ്പാടത്ത് അത്യാവശ്യം സമൃദ്ധമായി നെല്ലുണ്ടാക്കിയിരിക്കുന്നതും ആ നെല്ലിൻ്റെ ഒരു ഭാഗത്ത് കൊയ്ത്തു നടക്കുന്നതും കണ്ടത്. ആ കൊയ്ത്ത് നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചാളുകൾ ഇവിടെ ഇറങ്ങിയതാ. എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പെറുക്കിയാൽ ഈ നെല്ലിനിടയിൽ നിന്ന് ചെറിയ പ്രാണികളോ കീടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. എന്നാലൊന്ന് നോക്കിക്കളയാം, ഒരു കൈ നോക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അന്ന് ഇറങ്ങിയപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്ത സ്ഥിതിയാണ്. ഇവിടെ 2-3 ആളുകൾ കൊയ്യുന്നുണ്ട്. ഈ നാട്ടുകാരനല്ല എന്ന് തോന്നുന്നു, അവരാരും ഈ നാട്ടുകാരല്ല എന്ന് തോന്നുന്നു. പക്ഷെ നാട്ടുകാരായ 2 ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെ പരിചിതമാണെന്ന് തോന്നുന്നു. ഏതായാലും അവരെപ്പോലുള്ള ആളുകളെ, ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ്. ഈ കൊടും വെയിലത്തും അവരെല്ലാവരും വയലിൽ അധ്വാനിക്കുകയാണ്. അധ്വാനത്തിൻ്റെ, ഈ ആളുകളുടെ അധ്വാനത്തിൻ്റെ ശക്തികൾ വ്യത്യാസമുണ്ടെങ്കിലും ശരി, അവരുടെ അധ്വാന ശക്തിക്ക് വ്യത്യാസമുണ്ടെങ്കിലും ശരി, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ അവരെ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. ഏതായാലും ഇതേപോലുള്ള ചെറുതുരുത്തുകൾ, കൃഷിസ്ഥലങ്ങൾ അന്യം നിൽക്കാതെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ വർഗവും ഭക്ഷണം കിട്ടാതെ അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്ന് മനസ്സ വാച കർമ്മണ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ശുഭം.